ഇത് ഈ കഴിഞ്ഞ സൺഡേ ഞങ്ങൾ ഗോസോയ്ക്കൊരു ഷോർട്ട് ഡേ ട്രിപ്പ് പോയതാണേ. വല്ല പ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പൊന്നും ആയിരുന്നില്ല. പെട്ടെന്ന് 2 ദിവസം മുന്നേ നമ്മളൊന്ന് പ്ലാൻ ചെയ്തു. പിന്നെ ട്രിപ്പ് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഒരുപാട് മുന്നേ പ്ലാൻ ചെയ്താൽ കുറേ ട്രിപ്പുകൾ അങ്ങനെ ബക്കറ്റ് ലിസ്റ്റിൽ അങ്ങോട്ട് ആയിപ്പോവും. നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ഈ പ്രാവശ്യത്തെ ട്രിപ്പിൻ്റെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 3 മാസം പ്രായമായിട്ടുള്ള ബേബി ആയിരുന്നു കേട്ടോ. ആദ്യം ട്രിപ്പൊന്നും ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇവനെ വെച്ചിട്ട് പോയാൽ എന്താകും എന്നുള്ളത്. കാരണം നമ്മൾക്കിപ്പോൾ ഇവിടെ വിൻ്ററായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രൊയാക്റ്റീവായിട്ട് അവന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തന്നെ ചെയ്തു വെച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബേബി നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. നമ്മൾ പ്രാം എടുത്തിട്ടുണ്ടായിരുന്നു കാർ സീറ്റിന് പുറമെ. അതുകൊണ്ട് തന്നെ അവൻ്റെ റെഗുലറായിട്ടുള്ള റൂട്ടീനിൽ നിന്ന് വലിയൊരു വ്യത്യാസമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ ഹാപ്പി ആയിരുന്നു, കംഫർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രിപ്പിൽ നമ്മളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അന്നത്തെ ദിവസം ക്ലൈമറ്റ് കുറച്ച് വിൻഡി ആയിരുന്നു കേട്ടോ. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതല്ലാതെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഒരു സൺഡേ നമ്മളൊരു പ്രൊഡക്റ്റീവ് സൺഡേ ആയിട്ട് മാറ്റി. നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. ചെറിയൊരു ബ്രേക്കിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ വീണ്ടും പഴയ പോലെ ചെറിയൊരു ഡേ ട്രിപ്പൊക്കെ ആയിട്ട് വരുന്നത്. ഇനി വേണം കുറച്ചും കൂടിയും ആക്റ്റീവായിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ബേബി ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യങ്ങളും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് ബേബി ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ, അതായത് ജനിച്ചിട്ട് ഒരു 3 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഹെൽത്തി ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ നേരത്തെ കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം നല്ലൊരു വീഡിയോയുമായിട്ട്. ബൈ ബൈ.